നമുക്ക് ഈ വായനയിൽ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. അതിരാവിലെ ഉണർന്ന് ഞാൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. തനിയെ ഒന്ന് നടക്കാൻ പോയി. എത്ര അനായാസമായിട്ടാണ് മനുഷ്യർ ദൈവത്തെ നിരസിക്കുന്നതെന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥനാപൂർവ്വം നടന്നു. ഈ വിധം പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലം അവനറിയുന്നില്ല. അഹങ്കാരത്താലും സംശയത്താലും അന്ധരാക്കപ്പെടുന്ന അവർ ദൈവത്തിന് നേരെ ഹൃദയമടയ്ക്കുന്നു. വീണ്ടും നടക്കുമ്പോൾ വിദൂരതയിൽ ചില ആളുകളുടെ സംഭാഷണം കേട്ടു. അടുക്കുംതോറും ആ സ്വരങ്ങൾ വ്യക്തമാകുവാൻ തുടങ്ങി. അവർ അധികം ദൂരത്തായിരിക്കുവാൻ വഴിയില്ല. താമസിയാതെ നമ്മൾ അവരെ കണ്ടെത്തും. അതെൻ്റെ സുഹൃത്തായ ജസ്റ്റിൻ്റെ സ്വരമായിരുന്നു. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. മറുപടി പറഞ്ഞ ആളിൻ്റെ സ്വരം എനിക്ക് അപരിചിതമായിരുന്നു. രാത്രിയിലുടനീളം നടന്നതിനാൽ നല്ല ക്ഷീണമുണ്ട്. അതെ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. മൂന്നാമൻ്റെ മറുപടി. ജസ്റ്റിനോടൊപ്പം ലാസറിൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ച എൻ്റെ മറ്റൊരു അനുഗാമിയുടേതായിരുന്നു സുപരിചിതമായ ആ നാദം. ഇപ്പോൾ അവരെൻ്റെ കൺവെട്ടത്തായി കഴിഞ്ഞു. എന്നെ കണ്ട മാത്രയിൽ വലിയ സന്തോഷത്തോടെ ജസ്റ്റസ്, കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അരികിൽ ഓടിയെത്തി. അവൻ്റെ പിന്നാലെ മറ്റേ ശിഷ്യനും കർത്താവേ എന്ന വിളിയോടെ പാഞ്ഞു വന്നു. എന്നാൽ അവരോടൊപ്പം ഉണ്ടായിരുന്നവൻ തെല്ലൊരു സങ്കോചത്തോടെയാണ് എന്നെ സമീപിച്ചത്. ജസ്റ്റസ്, എൻ്റെ സ്നേഹിത. അവൻ എന്നെ പുണരുമ്പോൾ ഞാൻ വിളിച്ചു, ജെയിംസ്. ഇപ്പോൾ അവനും എന്നെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ കാണുവാനായതിൽ ഞാൻ എത്ര സന്തോഷിക്കുന്നുവെന്നോ. കർത്താവേ, നാളേറെയായിരിക്കുന്നു അങ്ങേ ഒന്ന് കണ്ടിട്ട്, ജെയിംസ് പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ പിരിഞ്ഞതെങ്കിലും അതിനിപ്പോൾ വർഷങ്ങൾ ദൈർഘ്യം തോന്നുകയാണ്, ജസ്റ്റസ് കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പറയൂ. അവർക്ക് പറയുവാനുള്ളത് എന്തെന്നറിഞ്ഞിട്ടും ഞാൻ ചോദിച്ചു. വിസ്മയിപ്പിക്കുന്ന വിശേഷങ്ങളാണ് കർത്താവേ, ജസ്റ്റസ് ഉത്സാഹപൂർവ്വം പറഞ്ഞു. ഞങ്ങൾ അങ്ങയെപ്പറ്റി അനേകരോട് സംസാരിക്കുകയും അങ്ങ് പഠിപ്പിച്ചതുപോലെ അവരോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അനേകർ സുഖം പ്രാപിച്ചു. മുന്നേ ഞാൻ തെല്ലൊന്ന് ശങ്കിച്ചുവെങ്കിലും എൻ്റെ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അനേകർക്ക് സൗഖ്യമുണ്ടായപ്പോൾ പിന്നെ എനിക്ക് സംശയിക്കാനായില്ല. നേരാണ് കർത്താവേ, ജസ്റ്റസ് അനേകരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരോട് അങ്ങയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു, ജെയിംസ് പറഞ്ഞു. നീയോ ജെയിംസ്? ഞാൻ ചോദിച്ചു. ഓ, ഞാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങയുടെ നാമത്തെ പ്രതി അവർ സുഖം പ്രാപിക്കുവാനായി ഞാൻ മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജസ്റ്റസ് എഴുന്നേറ്റ് നിന്ന് ധീരതയോടെ അനേകരോട് അവിടുത്തെ നാമം പ്രഘോഷിച്ചു. മറുപടി അറിയുമ്പോൾ നേരിയ ജാള്യതയുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. അപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നയാൾ വല്ലാത്തൊരു കിതപ്പോടെയും നെടുവീർപ്പോടെയും ഞങ്ങളുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, യേശുവോട്, ഇതാ ഞങ്ങൾ അങ്ങേ കണ്ടെത്തി. എൻ്റെ സ്നേഹിതനെ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദയവായി എൻ്റെ പുത്രനെ സുഖപ്പെടുത്തണം. അവന് ദീനം കലശലാണ്. ജസ്റ്റസ് പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എനിക്ക് അങ്ങയുടെ അരികിലെത്തുവാനായാൽ അങ്ങ് അവനെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല പൈതലാണവൻ, അയാൾ മറുപടി പറഞ്ഞു. നേരാണ് കർത്താവേ, ജസ്റ്റസ് പറഞ്ഞു. ആ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഒരുതരം മയക്കദീനം പിടിപെട്ട് അവൻ മരണസന്നനായിരിക്കുന്നു. എന്നാൽ എനിക്ക് അവനെ രക്ഷിക്കാനായില്ല. ഓ ജസ്റ്റസ്, കുട്ടിയെ കണ്ട മാത്രമേ തന്നെ ഇവിടെ യാതൊന്നും പ്രവർത്തിക്കുവാനാകില്ല എന്ന് നീ മനസ്സിൽ കരുതി. സൗഖ്യദായകനായ ദൈവിക ശക്തി നിന്നിലൂടെ പ്രവർത്തിക്കുന്നതിന് തടസ്സമായത് ഈ സംശയമാണ്. ശിരസ് താഴ്ത്തി ജസ്റ്റസ് പറഞ്ഞു. നേരാണ് കർത്താവേ, അങ്ങ് ഇതും അറിഞ്ഞുവോ? സമസ്തവും ഞാൻ അറിയുന്നു, ഞാൻ പ്രതിവചിച്ചു. കുട്ടിയുടെ അപ്പൻ പൂഴിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു കിടന്നു. കേണപേക്ഷിച്ചു. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എൻ്റെ മകനെ അങ്ങേക്ക് സുഖപ്പെടുത്താനാകുമെന്ന് ഞാൻ അറിയുന്നുണ്ട്. അങ്ങ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേണ്ടതേ ഉള്ളൂ. അവൻ സുഖം പ്രാപിക്കും. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇത്ര ദൂരം താണ്ടി വരുവാൻ പോകുന്നതിൻ്റെ വിശ്വാസം വലുതാണ്, ഞാൻ സ്നേഹത്തോടെ മൊഴിഞ്ഞു. കർത്താവെ, അങ്ങ് ലോകത്തിൻ്റെ അതിർത്തിയിലായിരുന്നുവെങ്കിൽ പോലും ഞാൻ അവിടെ നടന്നെത്തുമായിരുന്നു. എന്തെന്നാൽ അങ്ങയോടൊപ്പം ദൈവമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങയ്ക്ക് എൻ്റെ മകനെ സുഖപ്പെടുത്താനാകുമെന്നും ഞാൻ അറിയുന്നുണ്ട്. മറയില്ലാത്തൊരു മറുപടിയായിരുന്നു അത്. ഈ നിമിഷത്തിൽ നിന്റെ ഭാര്യ ആനന്ദത്താൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സൗഖ്യത്തിലേക്ക് വന്ന തൻ്റെ പുത്രനെ ചുംബിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നന്ദി കർത്താവേ, നന്ദി. എൻ്റെ കരങ്ങളിൽ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിന്റെ വിശ്വാസവും സ്നേഹമാണ് നിന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. അവൻ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്താനമാണ്. ഞാൻ പറഞ്ഞു, നന്ദി കർത്താവേ, നന്ദി. അവൻ തുടർന്നു, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ച് വിശ്രമത്തിന് ശേഷം യാത്ര ചെയ്ത് തിരിച്ചാൽ പോരെ? നിനക്ക് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഞാൻ അവനോട് ചോദിച്ചു. ഇല്ല കർത്താവേ, എൻ്റെ കുടുംബത്തിലേക്ക് തിരികെ പോകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ സന്തോഷത്തോടെ പറഞ്ഞിട്ട് വന്ന വഴിയെ തിരികെ ഓടുവാൻ തുടങ്ങി. വീട്ടിലേക്ക് തിരികെ പോകുവാനുള്ള അയാളുടെ ആഗ്രഹം വിശപ്പിനെയും ക്ഷീണത്തെയും മറികടക്കുന്നതായി കണ്ടു. നേരായിട്ടും ആ കുട്ടി സുഖം പ്രാപിച്ചു കർത്താവ്? ജെയിംസ് ചോദിച്ചു. ആ മനുഷ്യൻ്റേതുപോലൊരു വിശ്വാസം നിങ്ങളിൽ ഇരുവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പറഞ്ഞപ്പോൾ എൻ്റെ സ്വരത്തിൽ ദുഃഖമലിഞ്ഞിരുന്നു. അതേ, ആ മകൻ സൗഖ്യമുള്ളവനായി. ജെയിംസ് മറുപടി പറഞ്ഞു. അത്തരത്തിലൊരു വിശ്വാസം ആർജിക്കുവാൻ ഞാൻ ഉദ്യമിക്കാതിരുന്നില്ല. എന്നാൽ ആ കരുത്ത് നേടുവാൻ എനിക്കായില്ല. ഒന്നും സംഭവിച്ചില്ലെങ്കിലോ എന്ന ഭയം നിമിത്തം ഞാൻ നിശബ്ദനായി
മാത്രം പ്രാർത്ഥിക്കുകയും ജസ്റ്റിസ് സംസാരിക്കട്ടെ എന്ന് കരുതുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് ഇടയ്ക്കേറി പറഞ്ഞു, എന്നാൽ നിന്റെ പ്രാർത്ഥന ഏറെ സഹായമായിരുന്നു. എൻ്റെയും നിന്റെയും പ്രാർത്ഥന സ്നേഹത്തിൽ ഒരുമിച്ചപ്പോഴാണ് ഇന്ന് യേശുനാമത്തിൽ സൗഖ്യമുണ്ടായത്. ജസ്റ്റിസ് ഏറെ കരുത്തനാണെന്ന് ഞാൻ കണ്ടു. ചിലപ്പോൾ മാത്രമാണ് അവനിലെ ഭയം ഭരണം നടത്തിയിരുന്നത്. ജസ്റ്റിസ് പറഞ്ഞത് ശരിയാണ്. നിനക്കറിയുമോ ജെയിംസ്, ജസ്റ്റിസിൻ്റെതുപോലെ തന്നെ നിന്റെ പ്രാർത്ഥനയും ആയിരുന്നു. എൻ്റെ പിതാവ് നിന്റെ പ്രാർത്ഥന ശ്രവിച്ച് അതിന് ഉത്തരം നൽകുന്നുണ്ട്. നീ അത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. നിനക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നീ അറിഞ്ഞിരിക്കേണ്ടത് എന്തെന്നാൽ, എന്നിൽ വിശ്വസിക്കുന്നവനായി നിനക്ക് എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുവാനായി പുറപ്പെടുമ്പോൾ ആ കൃത്യത്തിന് വേണ്ടുന്ന കരുത്ത് ഞാനേകും. ഞാൻ സദാ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ നയിക്കും. നീ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു, ഞാൻ പരിശ്രമിക്കുന്നതാണ് കർത്താവേ, എന്നാൽ എന്നോട് ക്ഷമയോടെ വർത്തിക്കണമേ. എന്തെന്നാൽ ഞാൻ ഇനിയും ഒരുപാട് പഠിക്കുവാനുണ്ട്. ജെയിംസ് പറഞ്ഞു, തീർച്ചയായും ഞാൻ ക്ഷമയുള്ളവനാണ്. എന്നാൽ നീ നിന്നോട് തന്നെ ക്ഷമയുള്ളവനായിരിക്കണം. സമയമെടുക്കുമെന്ന് അറിയണം. ചിലപ്പോഴൊക്കെ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നീ എവിടെയും എത്തുന്നില്ലെന്നുമൊക്കെ തോന്നിയേക്കാം. നീ നടക്കുന്ന പാതയുടെ ഒരു ഭാഗമായി അവസ്ഥയെന്ന് മനസ്സിലാക്കണം. ഇത് തരണം ചെയ്യുവാനായി എൻ്റെ സഹായം ആവശ്യപ്പെടണം. ഞാൻ നിൻ്റെ ചാരയുണ്ടല്ലോ. ഇത് പറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഠിനമായി യത്നിച്ചും പ്രാർത്ഥനയിൽ ക്ലേശമനുഭവിച്ചും തങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട ദാനങ്ങൾ ലഭിക്കുമോ എന്ന് ശങ്കിച്ചും എങ്ങനെ ഇപ്രകാരം മുന്നോട്ട് പോകാനാകുമെന്ന ആശങ്കയോടെയും ആയിരുന്ന അനേകരെ ദർശിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ വചനങ്ങളെയും എൻ്റെ ജീവിതത്തെയും ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. എനിക്ക് ആ മനുഷ്യൻ്റേതുപോലെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, ജെയിംസ് പറഞ്ഞു. എനിക്കും. അങ്ങ് ദൂരെയാണെങ്കിലും നയനപഥത്തിൽ നിന്നും മറിഞ്ഞിട്ടില്ലാത്ത ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് ജസ്റ്റിസ് പറഞ്ഞു, നിങ്ങൾക്ക് അതും സാധ്യമാണ്. നിങ്ങളുടെ ക്ലേശത്തിൻ്റെ സമയങ്ങളിൽ എന്നിൽ ആശ്രയിച്ച് ആശങ്കകൾ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ മാത്രം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സംശയങ്ങളും ഭയവുമാണ് വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്നത്. ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാവുകയും അപ്പോഴൊക്കെ അവർ എന്നിലൂടെ അതിനെ മറികടക്കുകയും ചെയ്യുന്നു. നിങ്ങളും അതുപോലെ ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത് കാണാം. പിന്നീട് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ജസ്റ്റിസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ എനിക്ക് ആ വിശ്വാസം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉണ്ടാകും. അവൻ്റെ ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി ഒരു സ്നേഹബലിയായിട്ട് അവൻ സ്വർഗത്തിൽ എൻ്റെ കരങ്ങളിൽ വന്നു ചേരുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ വാസസ്ഥലത്ത് എത്തിയപ്പോൾ ജെയിംസിനെയും ജസ്റ്റിസിനെയും അഭിവാദനം ചെയ്ത് സ്വീകരിക്കുവാനായി ശിഷ്യന്മാർ ചുറ്റിനും കൂടി. പത്രോസ് സ്വരമുയർത്തി പറഞ്ഞു, നമ്മുടെ ഈ സഹോദരങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തിയതിന് നന്ദി പറഞ്ഞു പിതാവിനോട് പ്രാർത്ഥിക്കണം. ദൈവസ്നേഹപൂരിതമായ ആമോദത്താലും സ്നേഹിതർ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തോടെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ദീർഘിക്കുകയും അവസാനിച്ചപ്പോൾ മധ്യാഹ്നമാവുകയും ചെയ്തു. നമുക്ക് ഭക്ഷണം കഴിച്ച സഹോദരന്മാരുടെ പ്രത്യാഗമനം ആഘോഷിക്കാം. യൂദാസ് പറഞ്ഞു. സ്നേഹിതർ തിരിച്ചു വന്നതിനേക്കാൾ സ്വന്തം ഉദരത്തെക്കുറിച്ചാണ് അവൻ കരുതിയത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ ഞാൻ ജെയിംസിനോടും ജസ്റ്റിസിനോടും ചോദിച്ചു, ലാസറിന് എന്തുണ്ട് വിശേഷം? അവന് സുഖമാണോ? ജെയിംസ് പറഞ്ഞു, അവന് സഹോദരിമാർ സുഖമായി സന്തുഷ്ടരായിരിക്കുന്നു. എങ്കിലും ഇനി എന്നാണ് അങ്ങ് അവരെ കാണുന്നവാനായി വരുന്നതെന്ന ചിന്തയിൽ അങ്ങയെ കാത്തിരിക്കുകയാണ് അവരെപ്പോഴും. സമയമാകുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കരുത്ത് എപ്രകാരമാണ് ലാസറിനു ലോകത്തിന് വെളിപ്പെടുത്തുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നാണയങ്ങൾ നിറച്ച ഒരു സഞ്ചി എൻ്റെ നേരെ നീട്ടിയിട്ട് ജസ്റ്റിസ് പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ വേലയെ സഹായത്തിനായി ലാസർ തന്നയച്ചതാണത്. സമ്പത്ത് നന്മയ്ക്കായി വിനിയോഗിക്കുന്നത് എങ്ങനെയെന്ന് ലാസറിൻ്റെ മഹാമനസ്കത എന്നെ ഓർമ്മപ്പെടുത്തി. അവൻ എപ്പോഴും കൂടുതലായി ദാനം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്നു. അവൻ്റെ ഉദാരത അവനിലെ എളിമയെ വെളിപ്പെടുത്തുകയാണ്. കാരണം താൻ ഒരിക്കലും വേണ്ടത്ര നൽകുന്നില്ലെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. പാവങ്ങളെ സഹായിക്കുന്നതും വിശക്കുന്നവരെ ഊട്ടുന്നതും രോഗികൾക്ക് സൗഖ്യമേകുന്നതുമായ ഒരു വലിയ മനസ്സാണ് അവൻ്റേത്. സമ്പത്ത് പങ്കുവയ്ക്കപ്പെടുമ്പോൾ സന്തോഷദായകമായ ഒരു ദാനമായി തീരുന്നുവെന്നത് തൻ്റെ നിശബ്ദവും സൗമ്യവുമായ ശൈലിയിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹിതൻ ലാസർ. അപ്പോൾ എൻ്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് യൂദാസ് മുന്നോട്ടാഞ്ഞും പണസഞ്ചി സ്വന്തമാക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. എന്നിട്ട് അവൻ സഞ്ചിക്കുള്ളിലേക്ക് നോക്കി നാണയങ്ങൾ കണ്ട് പുഞ്ചിരിച്ചു. യൂദാസെ, എൻ്റെ സുഹൃത്തെ, നീ അധിക ഭാവം വഹിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആ സഞ്ചിക്ക് നല്ല ഭാരമുണ്ട്. നേരത്തെ കൈവശമുള്ളത് കൂടി ആകുമ്പോൾ ഭാരാധിക്യത്താൽ ഒരുപക്ഷെ നീ വീണു പോയേക്കാം. പത്രോസ് പറഞ്ഞു. യൂദാസിൻ്റെ കൈവശം മുമ്പേ തന്നെ കുറേ നാണയങ്ങളുണ്ടായിരുന്ന വിവരം തനിക്കറിയാമെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തുവാനാണ് പത്രോസ് അപ്രകാരം പറഞ്ഞത്. അതൊരു പ്രശ്നമാവുകയില്ല. പ്രസന്നവദനായ യൂദാസ് പറഞ്ഞു, ഞാൻ സഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അല്പം സുഖം ലഭിക്കുമെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. എല്ലാവരും അവനെ നോക്കി ദുഃഖത്തോടെ. അവൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. കാരണം യഥാർത്ഥ കാരണം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു.
ലാസറിനെക്കുറിച്ച് കൂടുതലായി പറയൂ, ഞാൻ ജെയിംസിനോടും ജസ്റ്റിസിനോടുമായി പറഞ്ഞു. കർത്താവെ, ജെയിംസ് പറഞ്ഞു, അവൻ്റെ ചെയ്തികൾ വിസ്മയകരമാണ്. അങ്ങയുടെ സംഭാഷണം ശ്രവിച്ചിട്ടുള്ളവരെയൊക്കെ അവൻ വിളിച്ചുകൂട്ടി അവിടുത്തെ വചനങ്ങൾ ചർച്ച ചെയ്യുന്നു. പലപ്പോഴും അങ്ങയെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത അനേകർ അവിടെ വരാറുണ്ട്. അവിടുത്തെ മൊഴികളെക്കുറിച്ച് അറിയുവാനും അതേപ്പറ്റി പ്രതിപാദിക്കുവാനുമാണ് അവർ വരുന്നത്. പിന്നീട് അവരൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ സമയമാണത്. അതേ കർത്താവെ, ജസ്റ്റിസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അവിടുത്തെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിലൊരുപാട് പൊരുളുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. അങ്ങയുടെ അന്യോപദേശങ്ങളിൽ നിന്നും എത്രയധികം പഠിക്കാനാവുമെന്നോർത്ത് ഞാൻ വിസ്മയിക്കുകയാണ്. അല്പകാര്യങ്ങളിൽ നിന്നും ഒരുപാട് മനസ്സിലാക്കുന്ന പ്രകൃതമാണ് ലാസറിൻ്റേത്, ജെയിംസ് പറഞ്ഞു. ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരികയും പിന്നിലിരുന്ന് ശാന്തമായി ശ്രവിക്കുകയും ചെയ്യുന്ന അവൻ്റെ സഹോദരിമാർ എന്ത് സഹായമാണെന്നോ. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മന്ത്രിച്ചു, ഒരു നല്ല കുടുംബം. ജസ്റ്റിസ് ചിന്താമഗ്നായിരുന്നിട്ട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ അവിടെ ഫരിസേയരെ കാണാറുണ്ട്. പറയുന്നതൊക്കെയും ചോദ്യം ചെയ്തും അങ്ങയുടെ വചനങ്ങൾ കുറിച്ചെടുത്തും അവരവിടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല. ലാസർ എങ്ങനെയാണ് അവരുമായി ഇടപെടുന്നത്? പത്രോസ് നിർവ്യാജമായ താല്പര്യത്തോട് ചോദിച്ചു. ജെയിംസ് പറഞ്ഞു, അതവനെ തെല്ലും അലട്ടുകയുണ്ടായിട്ടില്ല സഹോദര. അവൻ സ്നേഹത്തിൽ നിന്ന് നിലനിന്നുകൊണ്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞു, അത്രമാത്രം. ഞാൻ മുമ്പിൽ ലാസറിനെ ദർശിച്ചു. കഠിനമായ പല ചോദ്യങ്ങൾക്കും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മറുപടിയേകിയും അവനോട് തർക്കിക്കുന്നവരോട് ലേശവും കോപിക്കാതെ സ്നേഹത്തിലായിരുന്നു അവൻ നിൽക്കുകയാണ്. സ്നേഹത്തിലും വിശ്വാസത്തിലും എളിമയിലും നിലയുറപ്പിച്ചിട്ട് എപ്രകാരം ദൈവത്തെ സേവിക്കാനാവും എന്നത് മാനവർക്ക് ഉത്തമ ഉദാഹരണമാണ് അവൻ. അവൻ എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ? യൂദാസ് ചോദിച്ചു. ഇല്ല. എന്തുണ്ടായി? ജെയിംസ് ചോദിച്ചു. ഏയ്, വലിയ കാര്യമൊന്നുമില്ല, യൂദാസ് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ തവണ ലാസറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ കുറച്ച് നാണയങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റിയത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നത് യൂദാസിന് ആശ്വാസമായി. ലാസർ അത് അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ അവൻ്റെ ഉള്ളിലെ സ്നേഹത്താൽ അത് ക്ഷമിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും യൂദാസ് അറിഞ്ഞതേയില്ല. തൻ്റെ അപരാധം അറിയപ്പെടാതെ പോയതിൽ യൂദാസ് സന്തോഷിച്ചു. ഇനി ആ കഥ മറക്കാമല്ലോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല എന്ന പോലെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഒരു തെറ്റിൽ നിന്നും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടാൽ അത് വിജയമായെന്നും ഇനി അതേക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ലെന്നും കരുതുന്ന മറ്റനേകരെ പോലെ തന്നെയാണ് യൂദാസും. എത്ര അനായാസമാണ് സാത്താൻ കബളിപ്പിക്കുകയും തെറ്റായ ഉറപ്പ് നൽകുകയും ചെയ്യുന്നത്. അവസാന വിധി ദിവസത്തിൽ ഇത്തരത്തിൽ ജീവിക്കുന്നവരുടെ കാര്യം എത്ര കഷ്ടമായിരിക്കും. പിന്നീട് ഹൃദയഭാരത്തോടെയാണ് ഞാൻ സംസാരിച്ചത്. ജീവിതത്തിൽ പല തിന്മകളും പ്രവർത്തിക്കുകയും പിന്നെ അതേക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു ജീവിതശൈലിയായിട്ടാണ് അവർ കാണുന്നത്. പലപ്പോഴും നല്ല ജീവിതം നയിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കൂട്ടർ അവരെ നിന്ദിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു. നിഷ്കളങ്കനാവുക അല്ലെങ്കിൽ നന്മയുള്ളവനാവുക എന്നത് പലരും പരിഹാസ്യകരമായ ജീവിത രീതിയായി കണക്കാക്കുന്നു. നല്ല ആളുകളെ പലരും മുതലെടുക്കുകയാണ്. അവരെ ഉപയോഗിക്കുകയും അവമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് തങ്ങളുടെ വേലത്തരങ്ങളെല്ലാം സഹിക്കുന്ന ഈ പച്ച പരമാർത്ഥികൾ എത്രയോ മണ്ടന്മാരെന്നാണ്. അവരുടെ ജീവിതത്തിലെ സ്നേഹവും നല്ല പ്രതീക്ഷയുമാണ് ദൈവസ്നേഹം എപ്പോഴും ലോകത്തിൽ വിളവാങ്ങുവാൻ ഇടയാകുന്നതെന്ന് തിന്മകൾ ചെയ്തു കൂട്ടുന്ന ഇക്കൂട്ടർക്ക് ദർശിക്കുവാൻ സാധിക്കുന്നില്ല. ലോകത്തിൽ നന്മയില്ലെങ്കിൽ ജീവിതം എത്ര സങ്കടകരമായിരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ശിഷ്യന്മാർ അത് അംഗീകരിച്ചു തലയാട്ടി. യൂദാസും. ഞാൻ അവനെക്കുറിച്ചും പിന്നെ ലാസർ എൻ്റെ നാമത്തിൽ പറഞ്ഞതിനെയും പ്രവർത്തിച്ചതിനെയും എതിർക്കുന്ന ഫരിസേയരെക്കുറിച്ചുമാണ് പരാമർശിച്ചതെന്ന് അവൻ അറിഞ്ഞില്ല. ഈ രാത്രിയിൽ തന്നെ നമ്മൾ യാത്ര തിരിക്കുമോ കർത്താവേ? ബർത്തലോമേ ചോദിച്ചു. അതോ ഇന്നുകൂടി ഇവിടെ തങ്ങുകയാണോ? അവിടെ താമസിക്കുവാനുള്ള അവൻ്റെ താല്പര്യം ഞാൻ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ എവിടെയായിരിക്കുന്നുവോ അവിടെ സുഖം കണ്ടെത്തുവാനും വേഗത്തിൽ ഉറങ്ങുവാനും സാധിച്ചിരുന്നു അവന്. നമുക്ക് രാത്രിയൂടെ ഇവിടെ കഴിയാം, ഞാൻ പറഞ്ഞു. ജെയിംസും ജസ്റ്റിസും അല്പം വിശ്രമമാകട്ടെ. ബർത്തലോമിയോ സംതൃപ്തനായി കാണപ്പെട്ടു. ചാഞ്ഞു കിടന്നതേ അവൻ മയക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് തുടരാം.